ചവറ സിദ്ധാർത്ഥ സെന്റർ സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. സിദ് എക്സ്പോ 2024-25 എന്ന പേരിലാണ് എക്സിബിഷൻ നടത്തിയത്. നൂർനാട് ITBP 27 ബറ്റാലിയൻ ആയുധ പ്രദർശനമായിരുന്നു എക്സ്പോയുടെ മുഖ്യ ആകർഷണം. ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിന്റെ എക്സിബിഷനാണ് സിദ് എക്സ്പോ 2024-25 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. Hello everyone, this is Abhimanyu of Class 6 from Siddhartha Central School, Chavara. Today our school conducted an SID Expo. It was very wonderful. Army officers from Tibet borders displayed real guns and I enjoyed it very much and learned all the functions of them. Now I have a dream to become an army officer when I grew up. Other students of the school also participated in so many projects and I enjoyed it very much. Thank you. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും കുറെ ചോദ്യോത്തരങ്ങൾ പഠിക്കും. ചോദ്യത്തിന്റെ ഉത്തരം അക്ഷരം തെറ്റാതെ ഗ്രാമർ തെറ്റാതെ ഭംഗിയായി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ എഴുതിയ ഉത്തരം എന്താണ് എന്ന് ആലോചിച്ച് മനസ്സിലാക്കി അതിന്റെ പിന്നിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ ഭാവന വളരുന്നത്. ഇതെങ്ങനെയാണ് ഈ റോക്കറ്റ് പൊങ്ങിയത്, എന്തുകൊണ്ടാണത് കയറ് കെട്ടി പൊക്കേണ്ടി വന്നത്, ഇല്ലെങ്കിൽ അതിന്റെ താഴത്തെ ആ ഒരു പിറകിലേക്കുള്ള പ്രഷർ കൊണ്ട് ഇത്രയും വലിയൊരു സാധനം ഉയരാതിരുന്നത് എന്തുകൂടി നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നാളെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും ആ ഫയറിങ്ങിന്റെ സാധ്യതയോടുകൂടി ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്ക് കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്യണം. അതായത് നമ്മളുടെ ചോദ്യോത്തരങ്ങളൊക്കെ ടീച്ചേഴ്സ് മാർക്ക് തരാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ശ്രദ്ധിക്കാതെ അത് ക്രിയേറ്റീവായിട്ട്, അതിനാണ് CBSEയുടെ വിദ്യാഭ്യാസ പദ്ധതിയിലുള്ള ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളിപ്പോഴും പറയും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയാറുണ്ട്. NEPയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ജയപരാജയങ്ങൾ നമ്മൾ അറിയുന്നത്. PTA പ്രസിഡന്റ് ശ്രീലക്ഷ്മി OS, സ്കൂൾ മാനേജർ സാബു S അംബര, അക്കാദമിക് ഡയറക്ടർ N ബാബു, പ്രിൻസിപ്പൽ രാഹുൽ S തുടങ്ങിയവർ പങ്കെടുത്തു. നൂറനാട് ITBP 27 ബറ്റാലിയന്റെ ആയുധ പ്രദർശനമായിരുന്നു എക്സ്പോയിലെ മുഖ്യ ആകർഷണം. ആയുധങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികളിലും ഏറെ കൗതുകം സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ആയുധങ്ങളെക്കുറിച്ച് അറിയാനും അവയുടെ ഉപയോഗ രീതികൾ മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാഴ്ചയും എക്സ്പോയിൽ ഉണ്ടായിരുന്നു. KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എക്സിബിഷനാണ് നടന്നത്. ഏകദേശം 1000-ഓളം എക്സിബിറ്റ്സുകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ITBP 27 ബറ്റാലിയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വെപ്പൺ ഡിസ്പ്ലേയും സംഘടിപ്പിച്ചു. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം അവർക്ക് ആയുധങ്ങളെ അടുത്ത് കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഉള്ള ഒരു അവസരമായിരുന്നു. സ്കൂളിലെ വിവിധ വകുപ്പുകളുടെയും ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ 1000-ലധികം വസ്തുക്കളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പൊതുജനങ്ങൾക്കും എക്സ്പോയിലേക്ക് പ്രദർശനം അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.